നിങ്ങളുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ഇതുപോലെ നല്ല ആനിമേറ്റഡായി നല്ല എക്സ്പ്രഷൻ എല്ലാം കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം. അത് വളരെ ഈസിയാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നതായിരിക്കും. നമസ്കാരം. നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും ട്രെൻഡിങ്ങിൻ്റെ പുറകെയാണ് പോകുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏതാണ് ട്രെൻഡിങ് എന്ന് നോക്കിയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയിലൊക്കെ നിരോധിക്കുന്നതിന് മുമ്പ് ട്രെൻഡിങ് ആയിരുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടിക്ടോക്ക്. അതിലൊക്കെ ആൾക്കാർ അവരുടെ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഒരു സിനിമ പാട്ടുകളാണെങ്കിലൊക്കെ അവർ എക്സ്പ്രഷൻ ചെയ്ത് അഭിനയിച്ച് അവർ കാണിക്കാറുണ്ട്. ഇപ്പം ടിക്ടോക്ക് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽ സംവിധാനം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഷെയർചാറ്റിന് തന്നെ മോജ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട്. അതൊക്കെ നമ്മൾ തുറന്നു നോക്കി കഴിയുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് പലരും പല സിനിമയുടെ കണ്ടൻറ്റോ അല്ലെങ്കിൽ കട്ട് പിക് സോങ് അല്ലെങ്കിൽ കട്ട് ഡയലോഗൊക്കെ എടുത്തിട്ട് അവരുടെ രീതിയിൽ അവർ അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാവർക്കും അഭിനയിക്കാനുള്ള കഴിവും അല്ലെങ്കിൽ പാടാനുള്ള കഴിവും എക്സ്പ്രഷൻ ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. പക്ഷേ അവർക്ക് കുറച്ച് പേരൊക്കെ നാണം കൊണ്ട് കാരണം ഇതൊന്നും ചെയ്യാതെ ഇരിപ്പുണ്ട്. എന്നാൽ ഇവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയും എൻ്റെ ഒരു ആപ്ലിക്കേഷനും. ഇനിയാണെങ്കിൽ നിങ്ങളുടെ ആണെങ്കിൽ ഒരു ഫോട്ടോ വെച്ച് തന്നെ നിങ്ങൾക്കൊരു ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഫോട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ആ ഫോട്ടോ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആനിമേഷൻ കൂടെ തന്നെ നിങ്ങളുടെ മുഖത്ത് തന്നെ എക്സ്പ്രഷൻ ചെയ്ത് നിങ്ങൾ പാടുന്ന രീതിയിലേക്ക് ആവുകയും ചെയ്യും. അപ്പോൾ കേൾട്ട് തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യം പറഞ്ഞ് കിട്ടുന്നില്ല, നേരെ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോകാം. ഇതിനെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ വോംബോ എന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഈ വോംബോ എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷനോട് ഇൻസ്റ്റാൾ ആക്കിയതുകൊണ്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നറിയുകയാണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. പ്ലേ സ്റ്റോറിൽ തന്നെ 4.1 റേറ്റ് നൽകിയും അതുപോലെ തന്നെ നല്ല കമൻറ്റുകളെല്ലാം കിട്ടിയ ഒരു ആപ്ലിക്കേഷൻ കൂടാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയായാലും ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസിലായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട പെർമിഷൻ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ആക്കി കൊടുക്കുക. അതിനുശേഷം തന്നെ ഇങ്ങനെ ഇൻ്റർഫേസ് താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളിങ്ങനെ ഓൾറെഡി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനൊരു ഇൻ്റർഫേസിലൂടെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്കാണെങ്കിൽ റൈറ്റ് സൈഡ് ഭാഗത്തൊരു ക്യാമറയുടെ എംബ്ലം കാണും. അത് നിങ്ങൾക്ക് ക്യാമറ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ബാക്ക് ക്യാമറയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്നും കൂടെ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്യുക. നിങ്ങളൊരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആനിമേറ്റഡ് ചേർക്കാവുന്നതാണ്. അതിന് തൊട്ടപ്പുറത്തായി നിങ്ങൾക്ക് ഗ്യാലറിയുടെ ഓപ്ഷൻ കാണുന്നതാണ്. നിങ്ങൾ അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വോംബോ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ മീഡിയ ആക്സസ് ചെയ്യുന്നൊരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ തന്നെ ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഗ്യാലറിക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കാണെങ്കിൽ ഈ നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇപ്പോൾ എൻ്റെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോട്ടോയുടെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രോപ്പ് ചെയ്യാൻ കഴിയും. ഞാൻ പക്ഷേ ക്രോപ്പ് ചെയ്യുന്നൊന്നുമില്ല, ഫുൾ സൈസ് തന്നെ വെച്ചുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു സൈസ് വെച്ചുകൊണ്ടാണ്. ഇതാണ് മാക്സിമം സൈസ് തോന്നിക്കുന്നത്. അല്ല ഫുൾ സൈസ് നമുക്ക് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു സൈസ് കണ്ട് എൻ്റെ ഫോട്ടോ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. സെറ്റ് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ക്രോപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ആണെങ്കിൽ സ്റ്റാർട്ട് ലിപ്സ് എന്ന് കാണും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടം പോലെ പാട്ടുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഓൾ എന്നുള്ള ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു 3 കാണാൻ പറ്റും. അവിടെ ഓളെന്ന് കിക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ അതായത് പല ടൈപ്പിലുള്ള പാട്ടുകൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്യുക. ഞാനിപ്പം ഒരു നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഞാൻ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പാട്ടൊന്ന് മ്യൂട്ട് ചെയ്യുവാണ്. ഇപ്പം നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്ത് ഓരോ പാട്ട് നിങ്ങൾ കേട്ട് നോക്കുക. കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ പാട്ടിൻ്റെ അവിടെ നിന്ന് ടാപ്പ് ചെയ്താൽ മതി. താഴെയായിട്ട് നിങ്ങൾക്കൊരു പച്ച കളറിൽ ഒരു സിമ്പിൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് പ്ലേ ചെയ്ത് അത് ഓൺ ആക്കിയതിന് ശേഷം പച്ച കളറിൽ ഒരു ഡബ്ല്യൂ കാണുന്നില്ലേ, വോംബോ ആപ്ലിക്കേഷൻ്റെ ചിഹ്നമായി അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ പാട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രോസിംഗ് എന്ന് കാണും. പ്രോസിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് സമയത്ത് ഒരു ഡിലേ വരും. വന്നതിന് ശേഷം നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇമോജി എല്ലാം വെച്ച് കാണാൻ കഴിയും. അപ്പോൾ ഫോട്ടോ വരുന്ന ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. കോപ്പറേറ്റിന്റെ ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ പാട്ടൊന്ന് മ്യൂട്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ
ഇപ്പം നിങ്ങൾ കാണിച്ചതാണ് ഞാൻ എൻ്റെ ഫോട്ടോ മാത്രമാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ തന്നെ എക്സ്പ്രഷൻ ചെയ്ത് ആനിമേറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പാട്ടിനൊപ്പം നമ്മൾ ലിപ്പൊക്കെ അനക്കുന്ന പോലെ നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ എല്ലാം വെച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ ഞാനൊരു മൊബൈൽ ഫോണിൽ എടുത്ത് അത്ര ക്ലാരിറ്റി ഇല്ലാത്തൊരു ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് ഇത്ര നിങ്ങൾ നല്ല DSLR എടുത്തൊക്കെ നല്ലൊരു ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി എക്സ്പ്രഷനോടെ SD ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തുക. താഴെയായിട്ട് നിങ്ങൾക്കാണെങ്കിൽ സേവ് എന്നൊരു ഓപ്ഷൻ കാണും. അതുവഴി നിങ്ങൾ സേവ് ചെയ്യുവാണെങ്കിൽ SD ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയുന്നതാണ്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഇങ്ങനെ ഷെയർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോഷ്യൽ മീഡിയ എല്ലാം വഴി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ പെയ്ഡ് ആയിരിക്കും. അതിനൊരൊറ്റ ഐഡിയ ഉള്ളൂ, നിങ്ങളാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് വീണ്ടും ഒന്ന് റീഇൻസ്റ്റാൾ ആക്കി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ഈ 2 ദിവസം ഓഫർ പോലെ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഒരു കാര്യം ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും തന്നെ.